ഞാൻ ഇന്നത്തെ നാടൻ കേരളത്തിലെ സ്പെഷ്യലായിട്ടുള്ള അവിയലാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അവിയലരിയും നമ്മളിപ്പോൾ നീളത്തിലല്ലേ അരിയാറുള്ളത്. മിക്കവാറും എല്ലാ കഷ്ണങ്ങളും നമുക്കിതിന് ഉപയോഗിക്കാം. ഞാൻ ഇന്ന് പടവലങ്ങയും ക്യാരറ്റും മുരിങ്ങയ്ക്കയും ഓമയ്ക്ക ചക്കക്കുരു ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചേനയൊക്കെ ഉണ്ടെങ്കിലും ഇടാം, ഓമയ്ക്കായ്ക്ക് പകരം വെള്ളരിക്ക വേണമെങ്കിലും ഇടാം. ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടല്ലേ. സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമല്ലേ അവിയൽ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കനം കുറച്ച് നീളത്തിലരിയുക. ബീൻസ് ആണെങ്കിലും ബീൻസും ഒന്ന് നടുകെ കീറിയതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ വേവാൻ എളുപ്പമുണ്ട്. കുക്കറിനകത്താണ് അതിനുണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഓമയ്ക്ക തൊലിയെല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. വാഴയ്ക്ക ഉണ്ടെങ്കിലിടാം. നമ്മുടെ കയ്യിലുള്ള മിക്കവാറും എല്ലാ തെക്കൻ കേരളത്തിൽ സാധാരണ പാവയ്ക്ക ഉപയോഗിക്കാറില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. നീണ്ട പയറ്, കോവയ്ക്ക എല്ലാം ഇടാം. ധാരാളം പച്ചക്കറികളുണ്ട് നമുക്കിവിടെ ഉള്ളിൽ ചെല്ലും. പിന്നെ പുളിക്ക് മാങ്ങ, തൈര്, പിന്നെ പുളി ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാൻ ഇതിനകത്ത് മാങ്ങ ഉണ്ടായിരുന്നുകൊണ്ട് അതാണ് ചേർക്കുന്നത്. ഇഷ്ടമുള്ളത് ചേർക്കാം നമുക്ക്. തക്കാളി സാധാരണയായിട്ട് ഇതിനകത്ത് ചേർക്കാറില്ല. ഇങ്ങനെ ക്യാരറ്റും എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. അതും ഇതുപോലെ ലോങ് ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാം. എല്ലാം നമുക്ക് കഷ്ണങ്ങൾ അരിയുന്ന താമസമേ ഉള്ളൂ. അവിയൽ പെട്ടെന്ന് നമുക്ക് കുക്കറിലായിട്ട് തയ്യാറാക്കാം. ബീൻസ് ഇതുപോലെ നടുകെ ഒന്ന് അകത്തൂടെ ഒന്ന് കീറിയിട്ടെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരു 4-5 ബീൻസ് ഉണ്ടായിരുന്നു, അതും ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഇതിന് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. കഴുകിയെടുത്ത കഷ്ണം ഇനി പച്ചമുളക്, എരിവിനാവശ്യമുള്ള ഒരു പച്ചമുളക് ഞാൻ എടുക്കുന്നത്. നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പച്ചമുളക് ചേർത്തു. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കാം. മാങ്ങ കഷ്ണം ഒരു മുറി മാങ്ങയുടെ പകുതി ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് ചനച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിന്. അപ്പം വളരെ കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ്സൊക്കെ മതിയാകും. ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ആ സമയം നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കണം. 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് ഒന്ന് ചതച്ചെടുത്താണ്. വെള്ളമൊന്നുമില്ലാതെ നമ്മൾക്കിത് അരച്ചെടുത്തിരിക്കുന്നത്. കഷ്ണമെല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വെന്ത് കുഴഞ്ഞിട്ടില്ല. നമുക്കൊന്ന് ചെറുതായിട്ട് നുടച്ച് കൊടുത്താൽ മതിയാകും. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഏറ്റവും സ്വാദ് കൊടുക്കുന്ന ഇതാണ് കരിവേപ്പില, പച്ചക്കരിവേപ്പില, പച്ച വെളിച്ചെണ്ണ. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് അവിയലിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. ധാരാളമായിട്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് അടച്ച് വയ്ക്കുക. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം അതിങ്ങനെ വയ്ക്കണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ സെർവ് ചെയ്യാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്പെഷ്യൽ അവിയൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ